റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിച്ചും യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. തൃശൂർ കയ്പമംഗലം ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതത്തിനെതിരെ നാട്ടുകാർ സംഘടിപ്പിച്ച സമരമാണ് ശ്രദ്ധേയമായത്. കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചത്. കുഴിയെടുത്ത ഭാഗം പിന്നീട് GSP ഇട്ട് മൂടിയിരുന്നു. എന്നാൽ മഴ ശക്തമായതോടെ കുഴിച്ച ഭാഗം തോടിന് സമാനമായി മാറുകയും റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനാൽ മഴവെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇതിനിടെ പൈപ്പ് പൊട്ടി ശുദ്ധജലവും പാഴാകുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് കുളമായി മാറിയതോടെ ഇതുവഴിയുള്ള യാത്ര അതീവ ദുരിതപൂർണമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ, പ്രായമായവർ ഉൾപ്പെടെ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. വാഹനങ്ങൾ അപകട ഭീഷണിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമാണ്. അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് റോഡിലെ വെള്ളക്കെട്ട് തന്നെ പ്രതിഷേധ വേദിയാക്കി യുവാക്കൾ വ്യത്യസ്ത സമരം സംഘടിപ്പിച്ചത്. വെള്ളക്കെട്ടിൽ കുളിച്ചും ചെറിയ വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിക്കുന്നതായി അഭിനയിച്ചുമാണ് പ്രതിഷേധം നടന്നത്. ഒരു കൊല്ലത്തോളമായിട്ട് ഏകദേശം ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും ഇതിനൊരു വ്യത്യാസമില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി PK ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ മഴക്കാലത്ത് കുഴികൾ ഉണ്ടാവും. പക്ഷെ ഇത് മഴക്കാലത്തുണ്ടായ കുഴികളല്ല, വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരന്റെ അനാസ്ഥ മൂലം ഒരു കൊല്ലമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നേ വരെ ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒരു 50-ൽ മേലെ സ്കൂൾ വണ്ടികളും അതുപോലെ വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും യാത്ര ചെയ്യുന്നുണ്ട്. ഒരു റോഡിന്റെ അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൊല്ലമായിട്ട് ഇതിനു വേണ്ടി ചോദിക്കാനോ പറയാനോ ഒരു ഭരണസമിതിയും വ്യക്തമായ നിലയിൽ മുന്നോട്ട് വന്നിട്ടില്ല. പൈപ്പ് പൊട്ടിയിട്ട് ഏതാണ്ട് 2 ആഴ്ചയിൽ കൂടുതലായിട്ട് അതിന്റെ വെള്ളം ഇപ്പോൾ മഴവെള്ളം അല്ലത്. പൈപ്പ് പൊട്ടിയിട്ട് അവർ യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ല. ഈ ദുരിതം ഞങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പോൾ അതെന്തായാലും അത്യാവശ്യമായിട്ട് റോഡ് പണിയില്ലാന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് നല്ല ഇടപെട്ടിട്ട് ഒരു കടത്ത് വെള്ളം ഇവിടെ നിന്ന് കടക്കാനായിട്ട് അതല്ലാണ്ട് ഒരു ജനകാർക്കും അത് നിർബന്ധമായിട്ട് ചെയ്തു തരണം ആവശ്യം. കരാറുകാരന്റെയും വാട്ടർ അതോറിറ്റിയുടെയും ഗുരുതരമായ അനാസ്ഥയാണ് നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും അടിയന്തിരമായി റോഡ് ഗതാഗത യോഗ്യമാക്കുകയും പൈപ്പ് ചോർച്ച പരിഹരിക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. PM നജ്മുദ്ദീൻ, TU അഹമ്മദ്, PM അസ്ലം, KK ഷക്കീർ, താഹിർ, KK ഷജീർ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.